നമുക്കൊപ്പം ശ്രീ പ്രകാശ് ബാരെ ചേരുന്നു. ശ്രീ പ്രകാശ് ബാരെ, ഹേമ കമ്മിറ്റിയുടെ മുന്നിലെത്തിയ മൊഴികൾ അത് ഗൗരവത്തോടെ കാണാതിരുന്ന സർക്കാരിന് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ ദിവസമാണ്. എങ്ങനെയാണ് കോടതി ഇടപെടലിനെ താങ്കൾ നോക്കിക്കാണുന്നത്? അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതുപോലെയുള്ള വമ്പൻ സ്രാവുകളുടെ പേര് കണ്ടപ്പം അന്താളിച്ച് നിന്നുപോയി ഗവൺമെന്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അവര് നേരിട്ട് നടപടി എടുക്കേണ്ടതായിരുന്നു. കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിവിന്റെ മേലെ സർക്കാരിനെ പോലെയുള്ള ഒരു ഉത്തരവാദപ്പെട്ട സംവിധാനം അടയിരിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ഇത് കോടതിയെ കൊണ്ട് ഇങ്ങനെയൊരു നിർദ്ദേശം 4.5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഇടവരുത്തിയത് സർക്കാരാണ്. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു നിർദ്ദേശം കിട്ടിയതിന് ശേഷമെങ്കിലും സർക്കാർ മുഴുവൻ ഊർജത്തോടു കൂടി ഇതിൽ മുന്നോട്ട് പോകും എന്ന് പ്രത്യാശിക്കാം നമുക്ക്. കാരണം ഇത് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വമ്പന്മാരുടെ പേരിൽ കേസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ തെളിവുകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കോടതിയുടെ ഉത്തരവിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോടതി ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇനി അത് വളരെ SIT വളരെ ഊർജ്ജസ്വലമായിട്ട് അത് അന്വേഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതാണ് ഇതിൻ്റെ അകത്ത് എപ്പോഴും കഴിഞ്ഞ 7 വർഷമായിട്ട് നടി ആക്രമിച്ച കേസിൽ എവിടെയൊക്കെ ഇത് ആകാമോ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവോ അവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ മുഴുവൻ സമൂഹവും മാധ്യമങ്ങളും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇനിയും അവർക്ക് പോയി ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളില്ല, ഒളിച്ചിരിക്കാനുള്ള ഒരു വകുപ്പില്ല. സോ അവർ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. മാതൃകാപരമായ ശിക്ഷ കുറ്റം ചെയ്തവർക്ക് ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് അതിനുള്ള ഒരു ശ്രമമെങ്കിലും ഇവിടെ ഉണ്ടാവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീ പ്രകാശ് ബാരെ, ഇതിൽ പോക്സോ അടക്കം എടുക്കാവുന്ന കുറ്റങ്ങൾ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വരെ ചൂഷണത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തു വരാത്തത് കൊണ്ടും പിന്നെ ഇരയുടെ സ്വകാര്യത എന്ന കാര്യം നമ്മൾ മാനിക്കേണ്ടതുകൊണ്ടും അതിജീവിതമാർ മുന്നോട്ട് വന്ന് പരാതി നൽകുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ. പക്ഷേ ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് SIT ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. അതായത് ഈ മൊഴി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനും ഇവർക്കെതിരെ നീങ്ങാനും ഒക്കെയുള്ള ഭയമാണുള്ളത്. ആ ഭയം മാറ്റുന്ന തരത്തിലുള്ള ഇടപെടലുകൾ SITയിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇനി ഉണ്ടാകേണ്ടതാണ്. കാരണം ഇതുവരെ SITയുടെ മുമ്പിൽ ഈ ഇൻഫർമേഷൻ ആരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതി വാങ്ങി ഹൈക്കോടതി അത് പരിശോധിച്ചതിന് ശേഷം SITക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ തെളിവുകളും ഈ ആരോപണങ്ങളും അവരുടെ മുന്നിൽ വരികയാണ്. അതിന് ഇനിയിപ്പോൾ കണ്ണടക്കാൻ പറ്റില്ല. ഇതിപ്പം ഈ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേര് മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിരിക്കുക, എന്തൊക്കെയാണ് ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. സർക്കാർ ഇനിയും ഇതിന്റെ മേലെ അടയിരിക്കാൻ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെന്റുകൾ നടക്കും. ഈ ജനങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് പിന്നെ ഇതിന്റെ മേലെ ആക്ഷൻ ഉണ്ടാവണമെന്ന് ജനങ്ങൾക്ക് ഇനിയിപ്പം ഡിമാൻഡ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ശ്രീ പ്രകാശ് ബാരെ, ഇവിടെ എനിക്കൊരു ആശങ്കയുണ്ടായ ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഈ ഇരകളാക്കപ്പെട്ടവർ, ചൂഷണത്തിന് വിധേയരായവർ, അവരെടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പലരെയും സ്വാധീനിച്ച് പിന്മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ നൽകാമെന്നുള്ള വാഗ്ദാനത്തിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ അവരെ നിശബ്ദരാക്കി മാറ്റി നിർത്താനുള്ള നീക്കവും പ്രതീക്ഷിക്കേണ്ടതല്ലേ? അത് എന്തായാലും ഉണ്ടാവും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യാരോപണങ്ങളിൽ ഏതൊക്കെ ഇതുപോലെ ഇതിനെ മുഴുവൻ ഡയലൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങളും ചില ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ അതേപോലെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ എല്ലാവരെയും വിലക്കെടുക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ള ഒരു പ്രത്യാശ മാത്രമാണ് നമുക്കുള്ളത്. ഇതിപ്പം ഇത്രയും പിന്നെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഇത്രയും സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് 40-50 പേര് പോയിട്ട് ചെയ്തിരിക്കുന്ന കംപ്ലൈന്റ് മുഴുവൻ വെറുതെ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് അതേ കംപ്ലൈന്റ് പോലീസിന് കൊടുക്കാൻ തയ്യാറാവും എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയായിരുന്നു. അവർക്കൊരു സപ്പോർട്ട് നൽകാൻ എങ്ങനെയാണ് സിനിമാ മേഖലയിലെ തന്നെ മറ്റുള്ളവർക്ക്, അതായത് ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മുന്നോട്ട് വന്ന് അതിജീവിതമാരെ സഹായിക്കാമല്ലോ? അങ്ങനെ തന്നെ ചലച്ചിത്ര മേഖലയിൽ നിന്നൊരു നീക്കം വേണ്ടതല്ലേ? ഒപ്പമുണ്ട് എന്നുള്ള ഒരു വാക്ക് അത് അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഊർജ്ജം നൽകില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നതിൽ ആ ധൈര്യം അല്ലെങ്കിൽ പേടിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായിരുന്നു. ആ പേടിയുടെ അറ്റ്മോസ്ഫിയറാണ് ഇപ്പം പൊളിഞ്ഞിരിക്കുന്നത്. കൂടുതൽ പേര് മുന്നോട്ട് വരികയും ഇതുപോലെയുള്ള പുതിയ കൂട്ടായ്മകൾക്ക് രൂപം കൊള്ളാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും
ഒരുപാട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇരകളുടെ കൂടെ അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു അറ്റ്മോസ്ഫിയർ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഇത്രയും ആൾക്കാർ വന്നിട്ട് തുറന്ന് സംസാരിക്കുന്നത് തന്നെ ഈ സിസ്റ്റത്തിലുള്ള ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന കോൺഫിഡൻസ് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ആ മൂവ്മെന്റിനെ ഇനി തടസ്സപ്പെടുത്തി നിർത്താൻ ഏത് അധികാര കേന്ദ്രങ്ങൾക്കും പറ്റില്ലെന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ പ്രകാശ് ബാരെ പ്രതികരിച്ചതിന്. തങ്ങളെ പോലെയുള്ളവർ ഒപ്പമുണ്ടാകും ഈ അതിജീവിതമാർക്കൊപ്പം എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.